നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ വർഷം കഴിയും തോറും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നുണ്ടാകാം, ഒരുപക്ഷെ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം. ഈ ഒരു 2026 എന്ന വർഷത്തിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെയും ഉണ്ടായിരുന്നിരിക്കാം. ഓൾറെഡി ഈ ഒരു 2026 പകുതിയിലധികം കഴിഞ്ഞിരിക്കുന്നു. ഇനി വെറും 5 മാസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. ഒരുപാട് ആളുകളുടെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളും ഇതിനോടകം സംഭവിച്ചിരിക്കാം. ഈ ഒരു 2026 നിങ്ങൾ എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ചിരുന്നുവോ, ഒരുപക്ഷെ ഇതിനോടകം തന്നെ നിങ്ങളത് നേടിയിരിക്കാം. ചിലർക്കാകട്ടെ ഒന്നും തന്നെ ഇതിനോടകം നേടാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതവും വ്യത്യസ്തമാണ്. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ അനുസരിച്ച് ഓരോ അക്കത്തിനും ഓരോ പ്രത്യേക സ്വഭാവവും ഊർജവും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ചില അക്കങ്ങൾ പുതിയ തുടക്കങ്ങളെ സൂചിപ്പിക്കുന്നു, ചില അക്കങ്ങൾ സാമ്പത്തിക പുരോഗതിയെ സൂചിപ്പിക്കുന്നു, ചിലത് കുടുംബജീവിതത്തിലെ സന്തോഷത്തെയും ചിലത് തൊഴിൽ മേഖലയിലെ മുന്നേറ്റത്തെയും പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് 2026 അവസാനിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം അനുസരിച്ച് നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുള്ള നല്ല അവസരങ്ങൾ എന്തൊക്കെയായിരിക്കും. ജോലി, സാമ്പത്തികം, കുടുംബം, ബന്ധങ്ങൾ, ആരോഗ്യശ്രദ്ധ, പുതിയ തുടക്കങ്ങൾ, അപ്രതീക്ഷിത സന്തോഷ വാർത്തകൾ, ഇവയിൽ ഏത് മേഖലയിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം ഉണ്ടാകാൻ സാധ്യതയെന്ന് ഓരോ അക്കത്തിനും പ്രത്യേകം നോക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. ആദ്യം നിങ്ങളുടെ ജനനവർഷം മനസ്സിൽ ഓർക്കുക. അതിൻ്റെ അവസാന അക്കം കണ്ടെത്തുക. ആ അക്കം 0 ആണോ, 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ, 6 ആണോ, 7 ആണോ, 8 ആണോ, 9 ആണോ, അത് ഉറപ്പാക്കുക. അതിനുശേഷം വീഡിയോയിൽ ആ അക്കം വരുന്ന ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ജനനവർഷത്തിന്റെ അവസാന അക്കം നോക്കി അവർക്കും ഈ വീഡിയോ പങ്കുവയ്ക്കുക. ഒരു ചെറിയ അഭ്യർത്ഥന: ഈ വീഡിയോ കാണുന്ന എല്ലാവരും കമന്റ് ബോക്സിൽ നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഒരു ലൈക്ക് നൽകാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സ്നേഹവും പിന്തുണയുമാണ് ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ ഒരുക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 0 വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫലമാണ് പറയുന്നത്. നിങ്ങളുടെ ജനനവർഷം 1970, 1980, 1990, 2000, 2010 എന്നിങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവസാന അക്കം 0 ആണ് വരുന്നത്. അങ്ങനെയുള്ളവർ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം 0 എന്ന സംഖ്യയ്ക്ക് വളരെ പ്രത്യേകമായ ഒരു സ്ഥാനമാണുള്ളത്. 0 എന്നത് ശൂന്യതയെ മാത്രം സൂചിപ്പിക്കുന്നില്ല, മറിച്ച് പുതിയ തുടക്കങ്ങളെയും പുതിയ അവസരങ്ങളെയും അനന്ത സാധ്യതകളെയും പ്രതിനിധീകരിക്കുന്ന ഒരു സംഖ്യയായാണ് ഇതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ 2026 അവസാനിക്കുന്നതിന് മുൻപുള്ള മാസങ്ങൾ 0 അവസാന അക്കമുള്ള പലർക്കും ജീവിതത്തിൽ ചെറിയതും വലിയതുമായ ചില അനുകൂല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുള്ള സമയമായിരിക്കും. ആദ്യമായി തൊഴിൽ മേഖലയെക്കുറിച്ച് പറയാം. ഇപ്പോൾ ജോലി അന്വേഷിക്കുന്നവരാണെങ്കിൽ ഏറെ നാളായി കാത്തിരുന്ന ഒരു അവസരം അപ്രതീക്ഷിതമായി ലഭിക്കാൻ സാധ്യതയുണ്ട്. പല സ്ഥലങ്ങളിലും അപേക്ഷ നൽകിയിട്ടും ഫലം ലഭിക്കാത്തവർക്ക് വീണ്ടും ശ്രമിക്കാനുള്ള നല്ല സമയം വന്നേക്കാം. മുൻപ് ലഭിക്കാതെ പോയ ഒരു അവസരം വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താനും സാധ്യതയുണ്ട്. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിക്കുകയോ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കുകയോ ചെയ്തേക്കാം. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പുതിയ ആളുകളുമായി പരിചയം വർദ്ധിക്കാനും പുതിയ ഉപഭോക്താക്കളെ നേടാനും സാധ്യതയുണ്ട്. ചെറിയ നേട്ടങ്ങളെ നിസ്സാരമായി കാണരുത്. പലപ്പോഴും വലിയ വിജയങ്ങൾ ആരംഭിക്കുന്നത് ഇത്തരം ചെറിയ മാറ്റങ്ങളിൽ നിന്നാണ്. അതിനാൽ ഈ കാലയളവിൽ ലഭിക്കുന്ന ഓരോ അവസരവും ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ നോക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ വരുമാനത്തിൽ പതുക്കെ പുരോഗതി കാണാൻ സാധ്യതയുണ്ട്. ചിലർക്ക് പഴയ കുടിശ്ശിക ലഭിക്കാം, ചിലർക്ക് അധിക വരുമാനത്തിനുള്ള പുതിയ വഴികൾ തുറന്നേക്കാം. ചിലവുകൾ നിയന്ത്രിച്ച് മുന്നോട്ടു പോയാൽ വർഷാവസാനത്തോടെ കൂടുതൽ സാമ്പത്തിക സ്ഥിരത അനുഭവിക്കാൻ കഴിയും. കുടുംബജീവിതത്തിലും ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന അകൽച്ച കുറയാം.
തെറ്റിദ്ധാരണകൾ മാറി വീണ്ടും സംസാരിക്കാൻ അവസരം ലഭിക്കാം. കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ഒരു വാർത്ത കേൾക്കാനും സാധ്യതയുണ്ട്. പലപ്പോഴും ചെറിയൊരു സംഭാഷണം പോലും വലിയ ബന്ധങ്ങളെ വീണ്ടും കൂട്ടിയിണക്കാൻ സഹായിക്കും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ സമയത്ത് ആരെങ്കിലും പറയുന്ന ഓരോ കാര്യവും ഉടനെ വിശ്വസിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ശാന്തമായി ചിന്തിച്ച ശേഷം മാത്രമേ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാവൂ. നിങ്ങളുടെ വിവേകവും ക്ഷമയും ഈ സമയത്ത് വലിയ ശക്തിയാകാം. ഇനി ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ അസ്വസ്ഥതകളെ പോലും അവഗണിക്കാതിരിക്കുക. മതിയായ ഉറക്കം, നല്ല ഭക്ഷണക്രമം, ശരിയായ വിശ്രമം എന്നിവ പാലിക്കുന്നത് നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ശ്രദ്ധ നൽകേണ്ട സമയമാണിത്. അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ പുതിയ കഴിവുകൾ വികസിപ്പിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ നല്ല സമയമായേക്കാം. ഒരു ചെറിയ പരിശീലനം, ഒരു പുതിയ കോഴ്സ് അല്ലെങ്കിൽ പുതിയൊരു അനുഭവം പോലും ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അവസാന അക്കം 0 ഉള്ളവർക്ക് 2026 അവസാനിക്കുന്നതിന് മുൻപുള്ള സമയം പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ടു പോകേണ്ട ഒരു കാലഘട്ടമാണ്. ലഭിക്കുന്ന അവസരങ്ങളെ തിരിച്ചറിയുകയും ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുകയും ചെയ്താൽ പല നല്ല മാറ്റങ്ങൾക്കും നിങ്ങൾ തന്നെ കാരണമാകാൻ കഴിയും. ഇനി ഈ അക്കക്കാരെ കാത്തിരിക്കുന്ന ചില അപ്രതീക്ഷിത ഭാഗ്യ സൂചനകളും ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളും നോക്കാം. ഈ കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പുതിയ ആളുകളെ നിസ്സാരമായി കാണരുത്. ചിലപ്പോൾ ഒരു പുതിയ പരിചയം തന്നെ നിങ്ങളുടെ ജോലി, ബിസിനസ് അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ നിലനിർത്താനും മറ്റുള്ളവരുമായി മാന്യമായി ഇടപെടാനും ശ്രമിക്കുക. പലപ്പോഴും നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഫലം വൈകിയാണ് ലഭിക്കുന്നത്. എന്നാൽ 2026 അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്ത ചില പരിശ്രമങ്ങൾക്ക് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നന്ദി പറയാൻ ഒരാൾ തിരികെ വന്നേക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അവസരം നിങ്ങളുടെ മുന്നിലെത്തിയേക്കാം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടവർക്ക് ഈ സമയം അനുകൂലമായിരിക്കാം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോവുക. സ്ഥിരതയോടെ പഠിക്കുന്നവർക്ക് നല്ല ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും. വിവാഹം കാത്തിരിക്കുന്ന ചിലർക്ക് കുടുംബത്തിൽ നല്ല ആലോചനകൾ ആരംഭിക്കാനോ ബന്ധുക്കളുടെ ഇടപെടലിലൂടെ പുതിയ പരിചയങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. ഇതിനകം വിവാഹിതരായവർ പരസ്പരം വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രദ്ധിച്ചാൽ കുടുംബജീവിതം സന്തോഷകരമാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു പ്രധാന ഉപദേശം ഇതാണ്: പെട്ടെന്ന് വലിയ ലാഭം വാഗ്ദാനം ചെയ്യുന്ന പദ്ധതികളിൽ ചാടിക്കൂടരുത്. ആലോചിച്ച് തീരുമാനമെടുക്കുക. സുരക്ഷിതമായ സാമ്പത്തിക ശീലങ്ങൾ ഈ സമയത്ത് കൂടുതൽ ഗുണം ചെയ്യും. ഈ കാലയളവിൽ നിങ്ങൾക്ക് മനസ്സിൽ പല പുതിയ ആശയങ്ങളും വരാം. ചിലർ പുതിയ ബിസിനസ് തുടങ്ങാൻ ആലോചിച്ചേക്കാം. ചിലർ ജോലി മാറുന്നതിനെ കുറിച്ച് ചിന്തിച്ചേക്കാം. ചിലർ പുതിയൊരു ജീവിത ലക്ഷ്യം നിശ്ചയിച്ചേക്കാം. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വികാരത്തെക്കാൾ വിവേകത്തിന് പ്രാധാന്യം നൽകുക. ഒരു കാര്യവും മറക്കരുത്: ഭാഗ്യം എന്നത് അവസരത്തിന്റെ വാതിൽ തുറക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആ വാതിലിലൂടെ നടക്കേണ്ടത് നമ്മളാണ്. അതിനാൽ മടിയും ഭയവും മാറ്റിവെച്ച് ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ തയ്യാറാവുക. ജനനവർഷത്തിന്റെ അവസാന അക്കം 0 ഉള്ളവർക്ക് 2026 അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കാനിടയുള്ള പ്രധാന അനുകൂല സൂചനകൾ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ: പുതിയ അവസരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, തൊഴിൽ മേഖലയിലെ മുന്നേറ്റത്തിന് അനുകൂല സാഹചര്യം, വരുമാനത്തിൽ ക്രമേണ പുരോഗതി, കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഐക്യം, പുതിയ ആളുകളിലൂടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത. അതിനാൽ നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 0 ആണെങ്കിൽ 2026 അവസാനിക്കുന്നതിനു മുൻപുള്ള ഓരോ ദിവസവും പോസിറ്റീവ് മനോഭാവത്തോടെ പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ പരിശ്രമവും ആത്മവിശ്വാസവും ക്ഷമയും ഒന്നിച്ചു ചേരുമ്പോൾ നല്ല മാറ്റങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്ന് വിശ്വാസങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ജനനവർഷത്തിന്റെ അവസാന അക്കം 0 ഉള്ളവരോട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ജനനവർഷത്തിന്റെ അവസാന അക്കം 1 ഉള്ളവരുടെ ഫലത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജനനവർഷം 1981, 1991, 2001, 2011, 2021 എന്നിങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 1 ആണ്. അങ്ങനെയുള്ളവർ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങളിൽ 1 എന്ന സംഖ്യ പുതിയ തുടക്കങ്ങളുടെയും ആത്മവിശ്വാസത്തിന്റെയും നേതൃപാടവത്തിന്റെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്.
അതുകൊണ്ട് തന്നെ 2026 അവസാനിക്കുന്നതിന് മുൻപുള്ള മാസങ്ങൾ പലർക്കും ജീവിതത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമാകാൻ സാധ്യതയുള്ള സമയമാണെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില ആഗ്രഹങ്ങൾ ഉണ്ടാകാം. ചില കാര്യങ്ങൾ ആരംഭിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും സാഹചര്യങ്ങൾ അനുകൂലമല്ലായിരുന്നിരിക്കാം. എന്നാൽ ഇനി ലഭിക്കുന്ന അവസരങ്ങളെ ഭയക്കാതെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ട സമയമാണ്. ആദ്യം തൊഴിൽ മേഖലയെക്കുറിച്ച് നോക്കാം. ജോലി ചെയ്യുന്നവർക്ക് പുതിയ ചുമതലകൾ ലഭിക്കാം. ആദ്യം അത് ബുദ്ധിമുട്ടായി തോന്നിയാലും പിന്നീട് അതുതന്നെ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി മാറാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധ നിങ്ങളിലേക്ക് തിരിയുകയും നിങ്ങളുടെ പ്രവർത്തനത്തിന് അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ നാളുകളായി കാത്തിരുന്ന ഒരു ഇന്റർവ്യൂ കോൾ അല്ലെങ്കിൽ നല്ലൊരു അവസരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അപേക്ഷകൾ നൽകുന്നത് നിർത്തരുത്. ഓരോ അവസരവും ആത്മവിശ്വാസത്തോടെ നേരിടുക. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പദ്ധതികൾ ആരംഭിക്കാനുള്ള ചിന്ത വരാം. എന്നാൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കാവൂ. ക്ഷമയോടെ മുന്നോട്ടു പോയാൽ വർഷാവസാനത്തോടെ നല്ല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക കാര്യങ്ങളിൽ നോക്കുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാൻ പുതിയ വഴികൾ തുറക്കാൻ സാധ്യതയുണ്ട്. ചിലർക്ക് അധിക വരുമാനം ലഭിക്കുന്ന ഒരു സൈഡ് ഇൻകം ആരംഭിക്കാനാകും. എന്നാൽ വരുമാനം കൂടുന്നതോടൊപ്പം അനാവശ്യ ചെലവുകളും കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കുടുംബജീവിതത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കൂടുതൽ വില ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ നിങ്ങളുടെ പങ്ക് വർദ്ധിക്കാം. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ക്ഷമയും സ്നേഹവും നിലനിർത്തുക. ഒരു നല്ല വാക്ക് പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും പഴയ തെറ്റിദ്ധാരണകൾ അവസാനിപ്പിക്കാൻ ഈ സമയം അനുയോജ്യമായേക്കാം. ആദ്യം സംസാരിക്കാൻ നിങ്ങൾ തയ്യാറായാൽ പല ബന്ധങ്ങളും വീണ്ടും ശക്തമാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ നല്ല പുരോഗതി ഉണ്ടാകാമെങ്കിലും അമിത ജോലിഭാരം കാരണം ശരീരത്തിന് വിശ്രമം നൽകാൻ മറക്കരുത്. ഉറക്കം കുറയുകയോ ഭക്ഷണക്രമം തെറ്റുകയോ ചെയ്താൽ അതിൻ്റെ പ്രത്യാഘാതം പിന്നീട് അനുഭവിക്കേണ്ടി വരും. അതിനാൽ ആരോഗ്യത്തെ അവഗണിക്കരുത്. ജനന വർഷത്തിന്റെ അവസാന അക്കം 1 ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആത്മവിശ്വാസമാണ്. ചിലപ്പോൾ അവസരം നിങ്ങളുടെ വാതിലിൽ തട്ടിയാലും ഭയം കാരണം പലരും അത് നഷ്ടപ്പെടുത്താറുണ്ട്. എന്നാൽ ഈ കാലയളവിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ അനുഭവിക്കാൻ സാധ്യത കൂടുതലാണെന്നാണ് സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് ജനനവർഷത്തിന്റെ അവസാന അക്കം 1 2026 അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കാനിടയുള്ള മറ്റു ചില അനുകൂല സാധ്യതകളെ കുറിച്ച് നോക്കാം. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം 1 എന്ന സംഖ്യ മുന്നേറ്റത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമാണ്. അതിനാൽ ഈയൊരു കാലയളവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിന് തുടക്കമിടാൻ സാഹചര്യം അനുകൂലമാകാൻ സാധ്യതയുണ്ട്. ആദ്യം സാമ്പത്തിക മേഖലയെക്കുറിച്ച് പറയാം. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് സാമ്പത്തികമായി ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ക്രമേണ ആശ്വാസം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയൊരു തുക ഒരുമിച്ച് ലഭിക്കുമെന്നല്ല, എന്നാൽ വരുമാനം മെച്ചപ്പെടുകയും ചിലവുകൾ നിയന്ത്രണത്തിലാവുകയും ചെയ്യും. ചിലർക്ക് പഴയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാനും സാധ്യതയുണ്ട്. മറ്റു ചിലർക്ക് അധിക വരുമാനം ലഭിക്കാവുന്ന ഒരു പുതിയ അവസരം ലഭിച്ചേക്കാം. തൊഴിൽ ചെയ്യുന്നവർക്ക് സഹപ്രവർത്തകരുടെ പിന്തുണ വർദ്ധിക്കാം. മുൻപ് അംഗീകരിക്കപ്പെടാതെ പോയ നിങ്ങളുടെ പരിശ്രമങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനമോ പുതിയ ഉത്തരവാദിത്വമോ ലഭിച്ചേക്കാം. അതോടൊപ്പം ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു അവസരം പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഉപഭോക്തൃ വിശ്വാസം വർദ്ധിക്കാനും പുതിയ കരാറുകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ചെറിയ രീതിയിൽ ആരംഭിക്കുന്ന ഒരു പദ്ധതി ഭാവിയിൽ വലിയ നേട്ടത്തിലേക്ക് വളരാൻ സാധ്യതയുള്ളതിനാൽ ലഭിക്കുന്ന അവസരങ്ങളെ നിസ്സാരമായി കാണരുത്. കുടുംബജീവിതത്തിൽ സമാധാനപരമായ അന്തരീക്ഷം രൂപപ്പെടാൻ സാധ്യതയുണ്ട്. ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വിഷമങ്ങൾ തുറന്നു സംസാരിക്കാനുള്ള അവസരം ലഭിച്ചേക്കാം. പരസ്പര വിശ്വാസവും മനസ്സിലാക്കലും വർദ്ധിപ്പിക്കാൻ ഈ സമയം വളരെ അനുകൂലമായിരിക്കാം. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ആലോചനകൾ വരാം. ഇതിനകം ബന്ധത്തിലുള്ളവർക്ക് ഭാവിയെക്കുറിച്ചുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവസരം ലഭിക്കാം. വിവാഹിതരായവർ പരസ്പരം കൂടുതൽ സമയം ചിലവഴിക്കാൻ ശ്രമിച്ചാൽ ബന്ധം കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ഥിരതയോടെ പരിശ്രമിച്ചാൽ ഫലം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്.
ഒരു ചെറിയ പരാജയം വന്നാലും നിരാശപ്പെടാതെ മുന്നോട്ടു പോവുക. ഒരു കാര്യത്തിൽ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാലയളവിൽ ചില തീരുമാനങ്ങൾ വളരെ വേഗത്തിൽ എടുക്കാൻ തോന്നാം. എന്നാൽ അതിവേഗ തീരുമാനങ്ങൾ ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അതിനാൽ പ്രധാനപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ, ജോലി മാറ്റം അല്ലെങ്കിൽ ബിസിനസ് നിക്ഷേപങ്ങൾ എന്നിവ ചെയ്യുന്നതിന് മുൻപ് അനുഭവപരിചയരുടെ അഭിപ്രായം കൂടി തേടുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് പുതിയ ആളുകളെ പരിചയപ്പെടാനുള്ള അവസരങ്ങൾ ലഭിക്കാം. അവരിൽ ചിലർ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല മാറ്റങ്ങൾക്ക് കാരണമാകാനും സാധ്യതയുണ്ട്. അതിനാൽ നല്ല ബന്ധങ്ങളെ വിലമതിക്കുക. ജനനവർഷത്തിന്റെ അവസാന അക്കം 1 ഉള്ളവർക്ക് 2026 അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കാനിടയുള്ള പ്രധാന അനുകൂല സൂചനകൾ ചുരുക്കി പറഞ്ഞാൽ, പുതിയ തുടക്കങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ജോലി, ബിസിനസ് മേഖലയിൽ മുന്നേറ്റത്തിനുള്ള സാധ്യത. സാമ്പത്തിക നിലയിൽ ക്രമേണ പുരോഗതി. കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ ഐക്യവും സന്തോഷവും. പുതിയ പരിചയങ്ങളിലൂടെ നല്ല അവസരങ്ങൾ. ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോയാൽ പ്രതീക്ഷിച്ചതിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത. അതുകൊണ്ട് നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 1 ആണെങ്കിൽ ഈ വർഷത്തിന്റെ ശേഷിക്കുന്ന ദിവസങ്ങൾ ആത്മവിശ്വാസത്തോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോവുക. ലഭിക്കുന്ന ഓരോ നല്ല അവസരവും പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ പരിശ്രമമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് എപ്പോഴും ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് ജനനവർഷത്തിന്റെ അവസാന അക്കം 1 ഉള്ളവരെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ജനനവർഷത്തിന്റെ അവസാന അക്കം 2 ഉള്ളവരുടെ ഫലത്തിലേക്ക് കടക്കാം. നിങ്ങളുടെ ജനനവർഷം 1982, 1992, 2002, 2012, 2022 എന്നിങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അവസാന അക്കം 2 ആണ്. അങ്ങനെയുള്ളവർ ഈ ഭാഗം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം 2 എന്ന സംഖ്യ സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും ക്ഷമയുടെയും ബന്ധങ്ങളുടെയും പ്രതീകമായാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ 2026 അവസാനിക്കുന്നതിന് മുൻപുള്ള മാസങ്ങൾ ബന്ധങ്ങൾ ശക്തമാകാനും മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ചില ആഗ്രഹങ്ങൾ സഫലമാകാനും സാധ്യതയുള്ള സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾ പല കാര്യങ്ങളിലും അനിശ്ചിതത്വം അനുഭവിച്ചിട്ടുണ്ടാകാം. ചിലർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് തോന്നിയിരിക്കാം. ചിലർക്ക് സ്വന്തം കഴിവിനെ കുറിച്ച് പോലും സംശയമുണ്ടായിരിക്കാം. എന്നാൽ ഇനി ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ട സമയമാണെന്നാണ് ഈ സംഖ്യയുടെ പൊതുവായ സൂചന. ആദ്യം തൊഴിൽ മേഖലയെ കുറിച്ച് പറയാം. ജോലി ചെയ്യുന്നവർക്ക് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും പിന്തുണ ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്ന പല കാര്യങ്ങളും ഒരു ടീമായി ചെയ്യുമ്പോൾ മികച്ച ഫലം ലഭിക്കാം. നിങ്ങളുടെ ക്ഷമയും സൗമ്യമായ പെരുമാറ്റവും മറ്റുള്ളവരുടെ ആദരവ് നേടാൻ സഹായിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് പരിചയമുള്ള ഒരാളുടെ സഹായത്തിലൂടെ ഒരു നല്ല അവസരം ലഭിക്കാം. അതിനാൽ പഴയ സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ബന്ധം നിലനിർത്തുക. ചിലപ്പോൾ ഒരു ചെറിയ പരിചയം പോലും ജീവിതത്തിലെ വലിയ മാറ്റത്തിന് കാരണമാകാറുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് പങ്കാളിത്തത്തോടെ ചെയ്യുന്ന സംരംഭങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാം. വിശ്വസിക്കാവുന്ന ആളുകളുമായി ചേർന്ന് പ്രവർത്തിച്ചാൽ വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ എല്ലാ കരാറുകളും വ്യക്തമായി മനസ്സിലാക്കിയ ശേഷമേ തീരുമാനമെടുക്കാവൂ. സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പതുക്കെ മുന്നേറുന്ന സാമ്പത്തിക വളർച്ചയാണ് നിങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമാകാൻ സാധ്യതയുള്ളത്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിച്ചാൽ വർഷാവസാനത്തോടെ നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും. കുടുംബജീവിതത്തിൽ ഏറെ നാളായി കാത്തിരുന്ന സന്തോഷ വാർത്ത കേൾക്കാൻ ചിലർക്ക് അവസരം ലഭിക്കും. കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകാനും തെറ്റിദ്ധാരണകൾ മാറിപ്പോകാനും സാധ്യതയുണ്ട്. നിങ്ങൾ ഒരു പ്രശ്നത്തിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നാൽ നിങ്ങളുടെ ശാന്തമായ സമീപനം പ്രശ്നപരിഹാരത്തിന് സഹായകമാകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മനസ്സിന് കൂടുതൽ വിശ്രമം നൽകാൻ ശ്രമിക്കുക. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുക. ദിവസവും കുറച്ചു സമയം സ്വന്തമായി ചിലവഴിക്കുക. മാനസിക സമാധാനം വർദ്ധിച്ചാൽ മറ്റെല്ലാ മേഖലകളിലും അതിന്റെ നല്ല സ്വാധീനം കാണാൻ കഴിയും. ജനനവർഷത്തിന്റെ അവസാന അക്കം 2 ഉള്ളവർക്ക് ഈ സമയത്ത് ഏറ്റവും വലിയ ശക്തി അവരുടെ ക്ഷമയും ബന്ധങ്ങൾ നിലനിർത്താനുള്ള കഴിവുമാണ്. ഈ 2 ഗുണങ്ങൾ ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ 2026 അവസാനിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇനി ജനനവർഷത്തിന്റെ അവസാന അക്കം 2 ഉള്ളവർക്ക് 2026 അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കാനിടയുള്ള മറ്റ് അനുകൂല സാധ്യതകളെ കുറിച്ച് നോക്കാം. സംഖ്യാശാസ്ത്ര വിശ്വാസങ്ങൾ പ്രകാരം
ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നേടാൻ പോകുന്നത് ബന്ധങ്ങളും വിശ്വാസവുമായിരിക്കും. പലപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അവസരങ്ങൾ പരിചയമില്ലാത്ത ആളുകളിൽ നിന്നല്ല, മറിച്ച് നിങ്ങളെ നന്നായി അറിയുന്ന ഒരാളിൽ നിന്നാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആഗ്രഹം സഫലമാകാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. അത് ജോലി സംബന്ധമായിരിക്കാം, സാമ്പത്തിക പുരോഗതിയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു സന്തോഷ വാർത്തയായിരിക്കാം. കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ വേഗത്തിൽ നടക്കാത്തതിനാൽ നിരാശപ്പെടേണ്ടതില്ല. ചില നല്ല കാര്യങ്ങൾക്ക് ശരിയായ സമയം വരേണ്ടതുണ്ട്. തൊഴിൽ ചെയ്യുന്നവർക്ക് പുതിയ ഉത്തരവാദിത്വങ്ങൾ ലഭിച്ചേക്കാം. ആദ്യം അത് സമ്മർദ്ദമായി തോന്നാമെങ്കിലും അത് പിന്നീട് നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമായി മാറാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ആത്മാർത്ഥമായ പരിശ്രമം മേലുദ്യോഗസ്ഥർ ശ്രദ്ധിക്കാനും അതിലൂടെ ഭാവിയിൽ കൂടുതൽ നല്ല അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് പഴയ ഉപഭോക്താക്കളിൽ നിന്നു തന്നെ പുതിയ ഓർഡറുകൾ ലഭിക്കാം. നിങ്ങളിലുള്ള വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനാൽ ഗുണനിലവാരത്തിലും ആത്മാർത്ഥതയിലും ഒരു വിട്ടുവീഴ്ചയും വരുത്താതിരിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യമായ വായ്പകൾ എടുക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അതേസമയം നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന പുതിയ കഴിവുകൾ പഠിക്കാൻ ഈ സമയം ഉപയോഗിക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു പുതിയ കാര്യം നാളെയുടെ അധിക വരുമാനത്തിന് വഴിയൊരുക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷം നൽകുന്ന ചില മാറ്റങ്ങൾ സംഭവിക്കാം. വീടുമായി ബന്ധപ്പെട്ട ഒരു നല്ല തീരുമാനം, ഒരു പുതിയ വാങ്ങൽ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ നേട്ടം നിങ്ങളെ സന്തോഷിപ്പിക്കാം. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് നല്ല വാർത്തകൾ ലഭിക്കാനും സാധ്യതയുണ്ട്. വിവാഹം കാത്തിരിക്കുന്നവർക്ക് ഈ സമയത്ത് പുതിയ ആലോചനകൾ വരാം. ബന്ധത്തിലുള്ളവർക്ക് പരസ്പര മനസ്സിലാക്കൽ കൂടുതൽ ശക്തമാകാൻ സാധ്യതയുണ്ട്. വിവാഹിതരായവർ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലുതാക്കാതെ സംസാരിച്ച് പരിഹരിക്കാൻ ശ്രമിച്ചാൽ കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകും. ആരോഗ്യകാര്യങ്ങളിൽ ശരീരത്തെക്കാൾ കൂടുതൽ ശ്രദ്ധ മനസ്സിന് നൽകേണ്ട സമയമാണിത്. അമിതമായ ആശങ്കയും ഉറക്കക്കുറവും ഒഴിവാക്കുക. ദിവസവും കുറച്ചു സമയം പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ അല്ലെങ്കിൽ മനസ്സിന് ശാന്തി നൽകുന്ന കാര്യങ്ങൾക്കോ മാറ്റിവയ്ക്കുക. ജനനവർഷത്തിന്റെ അവസാന അക്കം 2 ഉള്ളവർക്ക് 2026 അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കാനിടയുള്ള പ്രധാന അനുകൂല സൂചനകൾ ചുരുക്കി പറഞ്ഞാൽ നല്ല ബന്ധങ്ങളിലൂടെ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യത, ജോലി ബിസിനസ് മേഖലയിൽ സ്ഥിരതയും ക്രമേണ പുരോഗതിയും, സാമ്പത്തിക കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കാനുള്ള സാധ്യത, കുടുംബത്തിൽ സന്തോഷവും ഐക്യവും വർദ്ധിക്കും, വിവാഹ കാര്യങ്ങളിലും ബന്ധങ്ങളിലും അനുകൂല മാറ്റങ്ങൾ. ക്ഷമയോടെയും ആത്മവിശ്വാസത്തോടെയും മുന്നോട്ടു പോയാൽ വർഷാവസാനത്തിന് മുൻപ് സന്തോഷം നൽകുന്ന ചില നേട്ടങ്ങൾ കൈവരിക്കാനാകും. അതിനാൽ നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം 2 ആണെങ്കിൽ ലഭിക്കുന്ന ഓരോ നല്ല അവസരവും തിരിച്ചറിയുക. നല്ല ബന്ധങ്ങളെ സംരക്ഷിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ പലപ്പോഴും ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്ന കാര്യം മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനനവർഷത്തിന്റെ അവസാന അക്കം 2 ഉള്ളവരോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജനനവർഷത്തിന്റെ അവസാന അക്കം 0, 1, 2 ഉള്ളവരുടെ 2026 അവസാനിക്കുന്നതിന് മുൻപുള്ള ഭാഗ്യ സാധ്യതകളും അനുകൂല സൂചനകളും വിശദമായിട്ട് നോക്കി. നിങ്ങളുടെ ജനനവർഷത്തിന്റെ അവസാന അക്കം ഇതിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം അനുഭവപ്പെട്ടെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ തീർച്ചയായിട്ടും വായിക്കുന്നതാണ്. ഇനി ജനനവർഷത്തിന്റെ അവസാന അക്കം 3, 4, 5 ഉള്ളവരുടെ ഫലങ്ങളും അതിനുശേഷം 6, 7, 8, 9 ഉള്ളവരുടെ വിശദമായ ഫലങ്ങളും അടുത്ത ഭാഗങ്ങളിൽ നിങ്ങൾക്കായി എത്തുന്നതായിരിക്കും. അതുകൊണ്ട് ആ വീഡിയോകൾ ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നിർബന്ധമായും ഷെയർ ചെയ്യുക. കാരണം അവരുടെ ജനനവർഷത്തിന്റെ അവസാന അക്കമനുസരിച്ചുള്ള ഭാഗ്യ സൂചനകൾ അവർക്കും അറിയാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗത്തിൽ ജനനവർഷത്തിന്റെ അവസാന അക്കം 3 മുതൽ ഓരോ അക്കക്കാരുടെയും ഫലങ്ങൾ വളരെ വിശദമായി നോക്കാം. നന്ദി.